വിഷയത്തിൽ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിനെതിരെ സർക്കാരും CPI-യുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സമസ്ത കാന്തപുരം വിഭാഗം അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അൻവർ ഈ വിഷയം ഉന്നയിച്ച് അതിശക്തമായ വിമർശനം ഉന്നയിക്കുക. അദ്ദേഹം മറ്റൊരു കാര്യം ഈ നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെ കാന്തപുരം വിഭാഗം കൂടി രംഗത്ത് വരുന്നത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളോട് പല കോണുകളിൽ നിന്ന് പിന്തുണ വരുന്നു എന്നുകൂടി അർത്ഥമാക്കണ്ടേ? ഇപ്പോൾ മലപ്പുറം ജില്ലയെ പ്രശ്നവൽക്കരിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി പിന്മാറണം, കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്ത് മലപ്പുറത്തിന്റെ പേരിൽ മാത്രം ആരോപിക്കുന്നത് തെറ്റ്, മലപ്പുറത്ത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ് തുടങ്ങിയ കാര്യങ്ങളാണല്ലോ കാന്തപുരത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങൾ. അത് അൻവർ മാത്രമല്ല, അൻവർ പറയുന്നതിനെ പലരും ഏറ്റുപിടിക്കാൻ കൂടി തുടങ്ങുന്നു എന്നതിന്റെ സൂചനയല്ലേ ഇത്? തീർച്ചയായും ദിവിഷ അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഈ വിവാദം അൻവർ ഈ മുഖ്യമന്ത്രിക്കും സർക്കാർ CPM-നുമെതിരെയൊക്കെ വിമർശനം തുടങ്ങി കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി തുടങ്ങി വെച്ച വിമർശനം ഉന്നയിച്ച സമയത്തൊന്നും മുസ്ലിം സംഘടനകളൊന്നും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നില്ല. പ്രത്യേകിച്ചും ADGP MR അജിത് കുമാറും RSS കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ ഇന്ത്യക്കാർ ബന്ധവുമൊക്കെ ആരോപിക്കപ്പെട്ടപ്പോഴും ഈ മുസ്ലിം സംഘടനകൾ ഈ വിഷയത്തിലൊന്നും പ്രതികരിച്ചിരുന്നു. പക്ഷേ ഈ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെടുത്തി പോലീസിന്റെ ഭാഗത്തു നിന്നും ചില ശ്രമങ്ങൾ മലപ്പുറം SP MR അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർ മലപ്പുറം ജില്ലയെ ഒരു പ്രശ്ന ജില്ലയായി മാറ്റാൻ ശ്രമിക്കുന്നു എന്ന ഒരു പ്രതികരണമൊക്കെ അൻവർ നടത്തിയിരുന്നു. പക്ഷെ അപ്പോഴും ഉണ്ടാകാത്ത തരത്തിലൊരു പ്രതികരണം ഇപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എടുത്ത നിലപാട്, അതായത് കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇത് സൂചിപ്പിച്ചിരുന്നു. മലപ്പുറം ജില്ലയിൽ കൂടുതൽ കേസുകൾ വരുന്നു എന്നുള്ളൊരു പ്രശ്നം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഇത് സംഘപരിവാറിന്റെ നിലപാടുകളാണ്. ഒപ്പം തന്നെയാണ് ഇന്ന് ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് വഴി തെളിയിക്കുന്നു, അതിനെ മലപ്പുറം ജില്ല കേന്ദ്രമാകുന്നു, താവളമാകുന്നു എന്നുൾപ്പെടെയുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹത്തെ കോട്ട് ചെയ്ത് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്നിരുന്നു. ഇത് ആണ് ഇപ്പോൾ കാന്തപുരം വിഭാഗം ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ ചൂണ്ടിക്കാണിക്കുക വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം വരും ദിവസങ്ങളിൽ മറ്റ് സംഘടനകളും സമസ്ത ഉൾപ്പെടെയുള്ള മറ്റ് സംഘടനകളും ഈ വിഷയത്തിലുള്ള പ്രതികരണമായി വരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും ആ തരത്തിലുള്ള ഒരു വിവരങ്ങൾ നൽകി വന്നത്.